ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കഥയുടെ വീഡിയോയുമായിട്ടാണ്. നമ്മുടെ കഥയിലെ കഥാപാത്രത്തിന്റെ പേര് രഘു എന്നാണ്. രഘു ഒരു മരപ്പണിക്കാരനാണ്. അയാൾ വിവാഹിതനും 2 കുട്ടികളുടെ അച്ഛനുമാണ്. രഘുവിന്റെ ഭാര്യ ബീന ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു. അവൾക്ക് വിവാഹത്തിന് മുന്നേ തൻ്റെ വിവാഹം കഴിക്കുന്ന ആളെക്കുറിച്ച് വളരെ സങ്കല്പങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. തന്നെ വിവാഹം കഴിക്കുന്ന ആൾ അത്യാവശ്യം കാണാൻ തരക്കേടില്ലാത്ത ആളായിരിക്കണം. അതുപോലെ വിവാഹത്തിന് ശേഷം തന്നെ ടൂർ കൊണ്ടുപോവുകയും മറ്റ് കല്യാണങ്ങളിൽ പങ്കെടുപ്പിക്കുകയും എല്ലാ ആഘോഷങ്ങളിൽ പങ്കെടുപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിരിക്കണം. അതിനൊന്നും എതിര് നിൽക്കുന്ന ഒരാളാവരുത് തന്നെ വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാരൻ എന്ന് അവൾക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ രഘു വിവാഹം കഴിച്ചതോടെ ബീനയുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും വിരാമമിട്ടു. രഘു ഒരു പരിക്കൻ സ്വഭാവക്കാരനായിരുന്നു. ബീനയുമായി എങ്ങോട്ടും പോകുമായിരുന്നില്ല. ഒരു ആഘോഷങ്ങളിലും അവളെ പങ്കെടുപ്പിക്കില്ല. ഒരു വിവാഹങ്ങളിലും പങ്കെടുപ്പിക്കാൻ അവളെ കൊണ്ടുപോകില്ല. ഒരു സ്ഥലങ്ങളിലേക്കും അവളെ കൊണ്ടുപോകില്ല. അങ്ങനെ ഒരു തരം പ്രകൃതക്കാരനായിരുന്നു രഘു. ഇവർക്ക് 2 കുട്ടികളാണ്, ഒരു ആൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും. ആൺകുട്ടിയുടെ പേര് സൂരജ്. സൂരജ് 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പെൺകുട്ടി സൗമ്യ, അവൾ അംഗനവാടിയിൽ പോകുന്നു. രഘുവിൻ്റെ സഹോദരന്മാരൊക്കെ അവരുടെ ഭാര്യമാരുമായി ടൂർ പോവുകയും വിവാഹങ്ങളിൽ പങ്കെടുക്കാൻ പോവുകയും എല്ലാ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പോകുമ്പോഴൊക്കെ ബീന അത് നോക്കി നിൽക്കും. അവൾക്ക് വളരെ സങ്കടം തോന്നും. ബീന അടുക്കള ജോലിയും പശുവിനെ നോക്കലും തൊഴുത്ത് വൃത്തിയാക്കലും പുല്ലി അരിയലും അങ്ങനെയായി ജോലികളിൽ മുഴുകിക്കൊണ്ടേയിരിക്കും. അവൾ വിചാരിക്കും, തനിക്ക് ഇതൊന്നും വിധിച്ചിട്ടില്ല. മറ്റുള്ളവർ പോകുമ്പോൾ അവർക്ക് വളരെ സങ്കടം ഉണ്ടാവും. അവൾ ആരും കാണാതെ കുറേ കരയും. എന്തു ചെയ്യാൻ, തന്നെ കല്യാണം കഴിച്ച ആൾ ഇതിനൊക്കെ എതിരുള്ള ആളാണ്. അപ്പോൾ താൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ സമാധാനിക്കും. എന്നാൽ രഘു ജീവിതം അത്യാവശ്യം നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. രഘുവിൻ്റെ കൂട്ടുകാരുമായി പല സ്ഥലങ്ങളിലേക്കും ടൂറ് പോവുകയും സിനിമയ്ക്ക് പോവുകയും ഒക്കെ അയാൾ നല്ല രീതിയിൽ തന്നെ എല്ലാം കൊണ്ടും ജീവിതം ആസ്വദിച്ചു കൊണ്ടേയിരുന്നു. ബീന ആ വീട്ടിലെ ഒരു വേലക്കാരിയെ പോലെ കൂലിയില്ലാത്ത വേലക്കാരിയായി അങ്ങനെ കഴിഞ്ഞുകൂടി. അങ്ങനെ ഇരിക്കെ ഒരു ശനിയാഴ്ച ദിവസം, അന്ന് സൂരജിന് സ്കൂളുണ്ടായിരുന്നില്ല. അന്ന് സൂരജാണ് സൗമ്യയെ അംഗനവാടിയിൽ കൊണ്ടാക്കാൻ പോയത്. അംഗനവാടി വിട്ട് കുട്ടിയെ കൊണ്ടുവരുന്ന നേരമായപ്പോൾ സൂരജ് തന്നെയാണ് അനിയത്തിക്കുട്ടിയെ കൊണ്ടുവരാൻ പോയതും. അംഗനവാടി വിട്ട് 2 കുട്ടികളും എത്തുന്ന സമയം കഴിഞ്ഞിട്ടും വന്നില്ലെന്ന് കണ്ടപ്പോൾ ബീന വേഗം തന്നെ അവരെ അന്വേഷിച്ച് അംഗനവാടിയിലേക്ക് പോയി. ഒരിടവഴി കടന്നു വേണം അവർക്ക് വീട്ടിലേക്ക് പോകാനും വരുവാനും ഒക്കെ. അങ്ങനെ ബീന പോകുമ്പോൾ ഇടവഴിയിൽ ലൈൻ കമ്പി പൊട്ടി വീണ് കുട്ടികൾ അവിടെ കിടക്കുന്നു. ബീന വേഗം കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് കുട്ടികളെ വാരി പിടിച്ചു. ബീനയ്ക്ക് ഷോക്കേറ്റു. അങ്ങനെ 3 ജീവനുകളും അവിടെ പൊലിഞ്ഞു പോയി. അതിനുശേഷം രഘു വെറും മദ്യപാനിയായി മാറി. പണിയുള്ളപ്പോഴൊക്കെ അയാൾ പണിക്ക് പോകും. കിട്ടുന്ന പൈസയിൽ കുറേയൊക്കെ വീട്ടിൽ ചെലവാക്കും. ബാക്കി പൈസ അയാൾ മദ്യത്തിനായി കളയും. മദ്യം കുടിച്ച് ലെക്കിൽ ലെവലുമില്ലാതെ അയാൾ തോന്നിയ സമയത്തൊക്കെ വീട്ടിലേക്ക് കയറി വരും. ആര് പറഞ്ഞിട്ടും ഒരു കാര്യവും ഇല്ലാതായി. വീട്ടുകാർ അയാളെ അങ്ങനെ തന്നെ വിട്ടു. വീട്ടുകാർ വിചാരിക്കും, അവൻ്റെ ഭാര്യയും മക്കളുമൊക്കെ മരിച്ചുപോയി, ഇനിയപ്പോൾ നമ്മളൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കും അവൻ ഇങ്ങനെ നടക്കുന്നത്. വീട്ടുകാർ പിന്നെ അവനെ ഉപദേശിക്കലൊക്കെ മാറ്റി. അങ്ങനെ കുറേ കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. ഒരു ദിവസം രഘുവിന് പണിയുണ്ടായിരുന്നത് ഒരു സ്കൂളിൻ്റെ അടുത്തുള്ള വീട്ടിലായിരുന്നു. രഘു പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഉച്ച കഴിഞ്ഞ സമയത്ത് അങ്ങനെ കൊണ്ടേയിരിക്കുമ്പോൾ 2 കുട്ടികൾ നടന്നു വരുന്നുണ്ടായിരുന്നു. രഘു അവരെ നോക്കിക്കൊണ്ടേയിരുന്നു. തൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ തൻ്റെ മക്കൾക്ക് ഇവരുടെ പ്രായമായിരുന്നേന്. രഘുവിന് വല്ലാത്ത വിഷമം തോന്നി. അയാൾ കഴിഞ്ഞ കാലങ്ങൾ ആലോചിച്ച് അങ്ങനെയിരുന്നു. അയാളുടെ ഓർമ്മകളിൽ ബീനയും കുഞ്ഞുങ്ങളും മിന്നി മറഞ്ഞുകൊണ്ടേയിരുന്നു. ബീനയ്ക്കും താൻ ഒരു സന്തോഷവും സുഖവും സമാധാനവും കൊടുത്തിട്ടില്ല. അവളുടെ ഒരാഗ്രഹങ്ങളും താൻ സാധിച്ചു കൊടുത്തിട്ടില്ല. കുട്ടികളുടെ കാര്യങ്ങളിൽ മാത്രമാണ് താൻ പിന്നെ കുറേയൊക്കെ ശ്രദ്ധിച്ചിരുന്നത്. തൻ്റെ കുഞ്ഞുങ്ങളും അവളും ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഇല്ലാതായല്ലോ.
അവർക്കും തോറും അയാൾക്ക് സങ്കടം കൂടി വന്നു. അയാളുടെ നെഞ്ചാകം മിന്നി തുടങ്ങി. അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ചാലുകൾ ഒഴുകി. അയാൾക്ക് ശക്തമായ നെഞ്ചുവേദന വന്നു. വാരിപ്പുറത്ത് കൂടെ ഒരു വേദന ഇളകി. അയാൾക്ക് നെഞ്ചിലെവിടെ കൊളുത്തി വലിക്കുന്നത് പോലെ തോന്നി. അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി. ആ കണ്ണുനീർ തുള്ളികൾ സായാഹ്ന സൂര്യന്റെ വെളിച്ചത്തിൽ വൈരമുത്തുകൾ പോലെ തിളങ്ങി. രഘുവിനെ പണിയെടുക്കുന്ന സൗണ്ടൊന്നും കേൾക്കാതിരുന്നപ്പോൾ വീട്ടുടമ അകത്തു നിന്നും പുറത്തേക്ക് വന്നു. എന്താണ് ഇപ്പോൾ പണിയെടുക്കുന്ന ഒരു ഒച്ചയൊന്നും കേൾക്കാത്തത്? അയാൾ പുറത്ത് ഉമ്മറത്ത് വന്നു മുറ്റത്തേക്ക് നോക്കി. അപ്പോഴാണ് കണ്ടത് രഘു അവിടെ വീണു കിടക്കുന്നു. പുളിയും വടിയും ഒക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അയാൾ വീട്ടുടമ ഓടി വന്ന് രഘുവിനെ കുലുക്കി പിടിച്ചു. ഒരനക്കവുമില്ല. അയാൾ വേഗം ഒരു വണ്ടി വിളിച്ച് രഘുവിനെ ആസ്പത്രിയിൽ എത്തിച്ചെങ്കിലും രഘു മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഈ കഥയും കഥാപാത്രങ്ങളും വെറും സാങ്കല്പികം മാത്രമാണ്. ആരുടെ ജീവിതവുമായി ഇതിന് ഒരുവിധ ബന്ധവുമില്ല. അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്.